നമസ്കാരം. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കൊച്ചിയിലെത്തുകയാണ്. ആ മഹാപഞ്ചായത്തിൽ പങ്കെടുക്കാൻ അദ്ദേഹം കൊച്ചിയിലെത്തുമ്പോൾ വലിയ ആവേശത്തിലാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 14 ജില്ലകളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ മിന്നും വിജയം നേടിയ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരെ ആദരിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാനാണ്, കോൺഗ്രസിന്റെ വാർഡ് മെമ്പർമാരെയും കൗൺസിലർമാരെയും ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളെയും ആദരിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാനാണ് രാഹുൽ ഗാന്ധി കടന്നു വരുന്നത്. രാഹുൽ ഗാന്ധി നമുക്കറിയാം, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ രാജകുമാരൻ എന്നാണ് രാഹുൽ ഗാന്ധിയെ കോൺഗ്രസ് പ്രവർത്തകർ വിശേഷിപ്പിക്കുന്നത്. രാജ്യത്തെ ജനാധിപത്യ ദംശനത്തിനെതിരെ സമാനതകളില്ലാത്ത സമരം നടത്തുന്ന ഒരു രാഷ്ട്രീയ നേതാവ്. രാജ്യത്തിന്റെ വികസനത്തെക്കുറിച്ച്, രാജ്യത്തിന്റെ വളർച്ചയെക്കുറിച്ച്, രാജ്യത്തിന്റെ ജനാധിപത്യത്തെക്കുറിച്ച്, രാജ്യത്തിന്റെ ഭരണഘടനയെക്കുറിച്ച് കൃത്യമായ ബോധ്യമുള്ള, ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം പ്രവർത്തനം നടത്തുന്ന രാഷ്ട്രീയ നേതാവ്. 2 ഭാരത് ജോഡോ യാത്രകൾ രാജ്യത്തെ ഇളക്കി മറിച്ചുകൊണ്ട് അദ്ദേഹം നടത്തി. 1000 തെരഞ്ഞെടുപ്പുകളിൽ ഭരണം നഷ്ടപ്പെട്ടാലും, 1000 തെരഞ്ഞെടുപ്പുകളിൽ തോൽവി അറിഞ്ഞാലും, 1000 നരേന്ദ്രമോദിമാർ ഒന്നിച്ചു ജനിച്ച് ജീവിച്ചാലും ഒരു വർഗീയ ശക്തിയുടെ മുന്നിൽ അടിയറ പറയാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആശയവും ആവേശവുമായ നേതാവ് രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വരുമ്പോൾ മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ നിൽക്കുന്ന കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർക്ക് വലിയ ആവേശമാണ് നൽകുന്നത്. അറബിക്കടലിന്റെ റാണിയായ കൊച്ചി മറ്റൊരു മനുഷ്യക്കടലിന് ഈ മാസം 19-ാം തീയതി സാക്ഷ്യം വഹിക്കുകയാണ്. അറബിക്കടലിന്റെ റാണിയായ കൊച്ചിയുടെ തീരത്ത് ത്രിവർണ്ണക്കടലിൽ കോൺഗ്രസ് പ്രവർത്തകർ ആറാടുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ പുതിയ പ്രഖ്യാപനങ്ങൾ ഏതെങ്കിലും തരത്തിലുണ്ടാകുമോ? 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കോൺഗ്രസിന്റെ പ്രചരണത്തിന്റെ തുടക്കമാണ് കൊച്ചി നഗരത്തിൽ ആരംഭിക്കുന്നത്. കേരളത്തിന്റെ വ്യവസായ തലസ്ഥാനമായ കൊച്ചിയിൽ രാഹുൽ ഗാന്ധി കടന്നു വരുമ്പോൾ രാഹുൽ ഗാന്ധിയെ ഇരു കൈയും നീട്ടി സ്വീകരിക്കാൻ കോൺഗ്രസിന്റെ പോരാട്ട ഭൂമികയായ, കോൺഗ്രസിന്റെ കോട്ടക്കൊത്തളമായ എറണാകുളം ജില്ല ഒരുങ്ങിക്കഴിഞ്ഞു. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ആ വരവ് കാത്ത് ദിവസങ്ങൾ എണ്ണി കാത്തിരിക്കുകയാണ് സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകന്മാർ. തന്റെ അച്ഛനും തന്റെ മുത്തശ്ശിയും ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലി കൊടുത്തവരാണെന്ന് ആത്മാഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കുന്ന രാജ്യത്തെ രാഷ്ട്രീയ നേതാവായ രാഹുൽ ഗാന്ധിയുടെ കടന്നുവരവ് കോൺഗ്രസിന് പുത്തൻ ഉണർവ് നൽകുമോ? കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് രാഹുൽ ഗാന്ധിയുടെ പൊതുസമ്മേളനം, രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന പൊതുസമ്മേളനം തുടക്കം കുറിക്കുമോ? വിശദമായി പരിശോധിക്കാം. PS സൗവർണിക കൂടെയുണ്ട്. രാഹുൽ ഗാന്ധി കടന്നു വരുമ്പോൾ കോൺഗ്രസുകാരൊക്കെ വലിയ ആവേശത്തിലാണ്. രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ എല്ലാ ഇടങ്ങളിലും അദ്ദേഹത്തിന് ആരാധകരുണ്ട്, അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്. അത് കോൺഗ്രസ് പ്രവർത്തകർ മാത്രമല്ല. ഈ ഭാരത് ജോഡോ യാത്രയുമായി അദ്ദേഹം കന്യാകുമാരി മുതൽ കാശ്മീർ വരെയും പിന്നീട് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളും അദ്ദേഹം പര്യടനം നടത്തിയപ്പോൾ ഭാരത് ന്യായ് യാത്രയുമായി അദ്ദേഹത്തിന് ആഭാലവൃദ്ധം ജനങ്ങളുടെയും സ്വീകരണവും അവരുടെ സ്നേഹവായ്പും ആസ്വദിച്ചറിയാൻ കഴിഞ്ഞതാണ് യാഥാർത്ഥ്യം. രാജ്യത്തെ സംഘപരിവാറിനെതിരെ സമരം ചെയ്യുന്ന, സംഘപരിവാറിനെതിരെ നിലപാട് സ്വീകരിക്കുന്ന എഴുത്തുകാർ, കവികൾ, കായിക താരങ്ങൾ തുടങ്ങി വൻകിട വ്യവസായികൾ, സാധാരണക്കാരായ ആളുകൾ, കർഷകർ, കർഷക തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ, ആക്ടിവിസ്റ്റുകൾ, ഇങ്ങനെ സമൂഹത്തിന്റെ നാനാ തുറകളിൽപ്പെട്ട ആളുകൾ രാഹുൽ ഗാന്ധിയെ കാണാൻ, അദ്ദേഹത്തെ ശ്രവിക്കാൻ, അദ്ദേഹവുമായി സംവദിക്കാൻ, അദ്ദേഹത്തോട് സംസാരിക്കാൻ, അദ്ദേഹത്തോടൊപ്പം ഫോട്ടോ എടുക്കാൻ, ഇത്തരത്തിൽ നിരവധിയായ ആളുകൾ, സ്ത്രീകളും കുട്ടികളും അടക്കുന്ന വലിയ നിര നമ്മൾ വരുന്നത് കണ്ടതാണ്. രാഹുൽ ഗാന്ധി അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് പരാജയം ഉണ്ടായിട്ടുണ്ടെന്നത് യാഥാർത്ഥ്യമാണ്. ആ പരാജയമൊന്നും മറച്ചു വെക്കുന്നില്ല. പക്ഷേ രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വരുമ്പോൾ 10 വർഷത്തിന് ശേഷം കോൺഗ്രസ് അധികാരം തിരിച്ചു പിടിക്കാൻ വേണ്ടി ഒരു പോരാട്ട ഭൂമികയിൽ പോരാട്ടത്തിനിറങ്ങുകയാണ്. കുരുക്ഷേത്ര ഭൂമിയിൽ ധർമ്മവും അധർമ്മവും തമ്മിൽ പോരാട്ടം നടന്നതുപോലെ കേരളത്തിന്റെ മണ്ണിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും ഒരു പോരാട്ടം നടക്കുകയാണ്. അതിൽ ഇടതുമുന്നണിയെ CPM ആണ് പോരാട്ടത്തിന് നയിക്കുമ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പോരാട്ടത്തിന് നേതൃത്വം നൽകുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രാജ്യത്തെ സമുന്നതനായ നേതാവ് രാഹുൽ ഗാന്ധി അറബിക്കടലിന്റെ റാണി എന്ന് വിളിക്കുന്ന കൊച്ചി നഗരത്തിൽ, അല്ലെങ്കിൽ കൊച്ചിയുടെ മറ്റൊരു തീരത്ത് എത്തുമ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ആവേശത്തിലാണ്. ആ ആവേശം തെരഞ്ഞെടുപ്പ് ആവേശമാക്കി മാറ്റാനും കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുടെ തുടക്കമാക്കി മാറ്റാനും കോൺഗ്രസിന് കഴിയില്ല. തീർച്ചയായും കഴിയും. ഇപ്പൊ ഈ 19-ാം തീയതി നടക്കുന്ന, കൊച്ചിയിൽ 19-ാം തീയതി നടക്കുന്ന പരിപാടി എന്ന് പറയുന്നത് മഹാപഞ്ചായത്ത് എന്നാണ്. തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവർ മാത്രമല്ല, സ്ഥാനാർത്ഥികളായിരുന്നവരും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിന്റെ പ്രധാന ലക്ഷ്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ വിജയം ആഘോഷിക്കുന്നതിനപ്പുറം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എല്ലാവരെയും ഒപ്പം നിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പദ്ധതിയായിട്ടാണ് ഈ പരിപാടി കാണാൻ കഴിയുന്നത്.
കാരണം അറിയാം രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ എല്ലാവർക്കും ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ എടുക്കുമ്പോൾ മോദിക്ക് പോലും ഇത്രയും പ്രധാനമന്ത്രിയായിട്ട് പോലും മോദിയോട് പോലും ഇത്രയും താല്പര്യം ആർക്കും ഉണ്ടാകില്ല. രാഹുൽ ഗാന്ധിയോട് വളരെ അടുപ്പമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി വയനാടിന് MP ആവുന്നതിനൊക്കെ ഒരുപാട് മുന്നേ തന്നെ കേരളത്തിൽ എല്ലാവർക്കും രാഹുലിനെ ഇഷ്ടമാണ്. രാഹുൽ ഗാന്ധിയോട് വല്ലാത്തൊരു അടുപ്പമുണ്ട്. അപ്പോ ആ സാഹചര്യത്തിലൂടെയാണ് രാഹുൽ വരുന്നത്. നമുക്കറിയാം എന്തായാലും ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കേരളത്തിൽ പ്രചരണത്തിന് എത്തുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന്റെയൊക്കെ മുന്നോടിയായിട്ടാണ് ഈ മഹാപഞ്ചായത്തിൽ രാഹുൽ ഗാന്ധി വരുന്നത്. ഈ പറയുന്ന പോലെ ഇത് ഒരു ഉണർവാണ്. സാധാരണ നമുക്കറിയാം പ്രവർത്തകർക്ക് ഇതൊരു ഊർജ്ജം നൽകും, ഉണർവ് നൽകും. ഈ പോലെ രാഹുൽ ഗാന്ധി വരുമ്പോ സ്വാഭാവികമായും അത് പ്രവർത്തകർക്കും തെരഞ്ഞെടുപ്പിനെയും അത് സ്വാധീനിക്കും. നമുക്ക് എന്തായാലും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ കേരളത്തിൽ സജീവമായി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതിന് മുന്നോടിയായാണ് രാഹുൽ ഗാന്ധി വരുന്നത്. ഈ പറയുന്ന പോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ വലിയ വിജയത്തിൽ ആഘോഷിക്കുക എന്നുള്ളതല്ല യഥാർത്ഥത്തിൽ ഈ പറയുന്ന പോലെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയും ടീമും ശ്രമിക്കുന്നത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് എല്ലാവരെയും ഒപ്പം നിർത്തുക, ഇപ്പോൾ ഉള്ള ഐക്യം അതുപോലെ നിലനിർത്തി കൊണ്ടുപോകുക, പ്രവർത്തകർക്ക് ഒരു ഊർജ്ജം നൽകുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുന്നിൽ കണ്ട് തന്നെയാണ് ഈ പരിപാടി. അതുപോലെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം കോൺഗ്രസിന് അല്ലെങ്കിൽ UDFിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസവും ആഘോഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. അതുകൂടി പരിഗണിച്ചുകൊണ്ട് പരിപാടി കൊച്ചിയിൽ നടക്കുന്നത്. തീർച്ചയായും കൊച്ചിയിൽ അത്തരം ഒരു പരിപാടി നടക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ പോരാട്ട വീര്യത്തിന് കേരളത്തിലെ ജനങ്ങൾ ഒരു അംഗീകാരം നൽകുമെന്നാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നത്. കാരണം രാജ്യത്താദ്യമായി വോട്ടർ പട്ടിക ക്രമക്കേട് രാജ്യത്തെ ജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നത് രാഹുൽ ഗാന്ധിയാണ്. SIR-മായി ബന്ധപ്പെട്ട ആരോപണം ഉയർന്നപ്പോൾ ഈ വിഷയം ഏറ്റെടുത്ത വലിയ പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത് രാഹുൽ ഗാന്ധിയാണ്. രാജ്യത്തെ ഭരണാധികാരി രാജ്യത്തെ ജനങ്ങളെ മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ, വർഗത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കുമ്പോൾ ആ ഭരണാധികാരിയുടെ മുഖത്ത് നോക്കി ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യത്തിനെ നിങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കരുത് എന്ന് ലോക്സഭയിൽ വിളിച്ചു പറഞ്ഞ നേതാവിന്റെ പേരാണ് രാഹുൽ ഗാന്ധി. അത് തെരുവുകളിൽ ശബ്ദമായി അലയടിച്ച് സംഘപരിവാറിന് ഉറക്കം കെടുത്തുന്ന നേതാവിന്റെ പേരാണ് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് കടന്നു വരുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകന്മാർ വലിയ പ്രതീക്ഷയിലാണ്. കാരണം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകന്മാർ ഒരു ഭാഗത്ത് ജാതിമത വർഗീയ ശക്തികളായ സംഘപരിവാറിനെതിരെ SDPIക്കെതിരെ നിരന്തരമായി പോരാടുമ്പോൾ, മറുഭാഗത്ത് വർഗ ഫാസിസം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ എതിരാളികളുടെ കഴുത്തിൽ കടാര വെക്കുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയ എതിരാളികളുടെ വയറ്റിലേക്ക് പിച്ചാത്തി കുത്തിയിറക്കുന്ന CPM-ന്റെ വർഗ ഫാസിസത്തിനെതിരെ, അക്രമ രാഷ്ട്രീയത്തിനെതിരെ പടപൊരുതുന്നവരാണ്. നമുക്കറിയാം കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ, അതായത് CPM അധികാരത്തിലേറിയതിനു ശേഷം കേരളത്തിലെ 4 യൂത്ത് കോൺഗ്രസിന്റെ ചെറുപ്പക്കാർക്ക് ജീവൻ നഷ്ടമാകേണ്ടി വന്നിട്ടുണ്ട്. അത് കാസർഗോഡ് പെരിയയിലെ ശരത്ലാലും കൃപേഷുമായാലും ശരി, ഇപ്പുറത്തെ ജില്ലയായ കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിലെ എടയന്നൂരിലെ ഷുഹൈബ് ആയാലും ശരി, തൃശ്ശൂർ ചാവക്കാട്ടെ പുന്ന നൗഷാദായാലും ശരി, ഇത്തരത്തിൽ 3 പേരെ കൊന്നത് CPM-കാരാണ്. ഒരാളെ കൊന്നത് SDPയുടെ തീവ്രവാദികളാണ്. ഇത്തരത്തിൽ മതവർഗീയവാദികൾക്കെതിരെ എന്നും നിലപാട് സ്വീകരിച്ചതിന്റെ പേരിലാണ് ഈ പുന്ന നൗഷാദ് മരിക്കുന്നെങ്കിൽ CPM-ന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ നിലപാട് സ്വീകരിച്ച്, അല്ലെങ്കിൽ CPM-ന്റെ പൊന്നാപുരം കോട്ടയായ മട്ടന്നൂരിനകത്ത് എടയന്നൂർ എന്ന് പറയുന്ന പ്രദേശത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ത്രിവർണ്ണ പതാക ഉയർത്തിയതിന്റെ പേരിൽ എടയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ചരിത്രത്തിലാദ്യമായി സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരള വിദ്യാർത്ഥി യൂണിയന്റെ പ്രവർത്തകന്മാർ അവിടെ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും കേരള വിദ്യാർത്ഥി യൂണിയന്റെ ഇന്ദ്രനീല പൊൻപതാക, ദീപശിഖാങ്കിത നീല പതാക മട്ടന്നൂരിന്റെ തെരുവുകൾ ഉയർത്തിയതിന്റെ പേരിൽ മാത്രമാണ് ഷുഹൈബ് എന്ന ചെറുപ്പക്കാരന് ജീവൻ നഷ്ടമാകേണ്ടി വന്നത്. പെരിയയിലെ കല്യൂട്ട യൂത്ത് കോൺഗ്രസിന്റെ ചെറുപ്പക്കാരായ ശരത്ലാലിനും കൃപേഷിനും ജീവൻ നഷ്ടമാകേണ്ടി വന്നത് പെരിയ എന്ന് പറയുന്ന പ്രദേശത്ത് CPM-നെതിരെ നിലപാടെടുത്തതിന്റെ പേരിലാണ് ശരത്ലാലിനും കൃപേഷിനും ജീവൻ നഷ്ടമാകേണ്ടി വന്നത്. ഈ 3 പേരെയും കൊലപ്പെടുത്തിയത് CPM-ന്റെ ആളുകളാണ്. അതപ്പുറം ചാവക്കാട്ടെ നൗഷാദിന് ജീവൻ കൊടുക്കേണ്ടി വന്നത് ജാതിമത വർഗീയ ശക്തികൾക്കെതിരെ, SDPയുടെ മതതീവ്രവാദത്തിനെതിരെ നിലപാടെടുത്തതിന്റെ പേരിലാണ് പുന്നയിലെ നൗഷാദിന് ജീവൻ നഷ്ടമാകേണ്ടി വന്നത്. ഇത്തരത്തിൽ ജീവൻ കൊടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർക്ക് ഇവരുടെ ജീവനും ജീവിതവും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഹോമിച്ചപ്പോൾ അവരുടെ ആത്മാവിന് ശാന്തി ലഭിക്കണമെങ്കിൽ കേരളത്തിന്റെ ഭരണം കോൺഗ്രസിന്റെ കൈകളിലേക്ക് എത്തണം. അതിനുവേണ്ടിയുള്ള പ്രചരണ പ്രവർത്തനങ്ങളാണ് കോൺഗ്രസ് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നത്. ആ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരാൻ രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ഒരു നേതാവ് ഈ കേരളത്തിൽ പ്രചരണത്തിനെത്തിയാൽ കോൺഗ്രസ് കൂടുതൽ കരുത്തരായി മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മറൈൻ ഡ്രൈവിൽ രാഹുൽ ഗാന്ധി 10,000-ങ്ങളെ സാക്ഷി നിർത്തിയുള്ള പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്ര വിജയത്തിന്റെ തുടക്കമായിരിക്കും മറൈൻ ഡ്രൈവിലെ പരിപാടി എന്ന കാര്യത്തിലും സംശയമില്ല.